നമസ്കാരം, വെൽക്കം ടു KS Mentor. KS Mentorന്റെ വീക്ക്ലി കറണ്ട് അഫയേഴ്സ് വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത് നവംബർ 8 മുതൽ 14 വരെയുള്ള തീയതികളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് കറണ്ട് അഫയേഴ്സിലേക്ക് കടക്കാം. ഒന്നാമത്തെ കറണ്ട് അഫയർ എന്ന് പറയുന്നത് സ്പേസ് വോക്ക് നടത്തുന്ന ആദ്യത്തെ ചൈനീസ് വുമണായിട്ട് മാറിയിരിക്കുന്ന വ്യക്തിയുടെ പേരാണ് വാങ് യെപ്പിങ്. ഓക്കെ, ചൈനയിൽ നിന്ന് ആദ്യമായിട്ട് സ്പേസ് വാക്ക് നടത്തുന്ന വുമണാണ് വാങ് യെപ്പിങ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ വാങ് യെപ്പിങ് സ്പേസ് വാക്ക് നടത്തിയിരിക്കുന്നത് ചൈനയുടെ സ്വന്തം സ്പേസ് സ്റ്റേഷനായ ടിയാങ്കോങ് സ്പേസ് സ്റ്റേഷൻ എന്ന് പറയുന്ന ആ ഒരു സ്റ്റേഷനിൽ നിന്നാണ് വാങ് യെപ്പിങ് ഈ സ്പേസ് വോക്ക് നടത്തിയിരിക്കുന്നത്. അപ്പോൾ ചൈനയിൽ നിന്ന് ആദ്യമായിട്ട് സ്പേസ് വോക്ക് നടത്തുന്ന സ്ത്രീ എന്ന് പറയുന്ന ആ ഒരു ബഹുമതി കരസ്ഥമാക്കിയിരിക്കുന്നത് വാങ് യെപ്പിങ് ആണ്. ഓക്കെ, അടുത്ത കറണ്ട് അഫെയർ എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ COP26 അല്ലെങ്കിൽ യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്ന ആ ഒരു കാര്യത്തെ പറ്റിയുള്ള കറണ്ട് അഫെയർസ് നമ്മൾ കവർ ചെയ്തിരുന്നു. അപ്പോൾ അതിനോട് അനുബന്ധിച്ചുള്ള അടുത്തൊരു കറണ്ട് അഫെയർ ആണ്. അതായത് COP27, അതായത് 2021 UNFCCയുടെ കോൺഫറൻസ് നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? ഈജിപ്തിൽ വെച്ച് നടത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. COP27. ഓക്കെ, അടുത്ത വർഷത്തെ 2021 COP27 നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? ഈജിപ്തിൽ വെച്ചിട്ടാണ്. അതുപോലെ 2023 COP28 എവിടെ വെച്ചാണ് നടക്കുന്നത്? UAE അല്ലെങ്കിൽ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. അപ്പോൾ COP27 ഇനി നടക്കാൻ പോകുന്നത് ഈജിപ്തിലും COP28 നടക്കാൻ പോകുന്നത് UAEയിലുമായിരിക്കും. ഓക്കെ, അടുത്തത് നമുക്കറിയാം എന്താണ് ഇൻ്റർനാഷണൽ സോളാർ അലയൻസ് എന്ന് പറയുന്നത്. വിവിധ രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് ഇൻ്റർനാഷണൽ സോളാർ അലയൻസ്. അത് ഇന്ത്യയുടെ ഇനിഷ്യേറ്റീവിൽ ഫ്രാൻസുമായിട്ട് ചേർന്ന് രൂപപ്പെടുത്തിയ ഒരു സംഘടനയാണ് അല്ലെങ്കിൽ ഒരു അസോസിയേഷനാണ് ഇൻ്റർനാഷണൽ സോളാർ അലയൻസ് എന്ന് പറയുന്നത്. ആ ഇൻ്റർനാഷണൽ സോളാർ അലയൻസിലെ ഏറ്റവും പുതിയ മെമ്പർ കൺട്രി ആയിട്ട് മാറിയിരിക്കുന്നത് USA ആണ്. ഓക്കെ, 101ാമത്തെ മെമ്പർ കൺട്രി ആയിട്ട് റീസെൻ്റ്ലി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക മാറി എന്നുള്ളതാണ് വാർത്ത. ഓക്കെ, ഇനി USA ഈ ഒരു തീരുമാനം അറിയിച്ചിരിക്കുന്നത് ഈ COP26 വെച്ചിട്ടാണ്. ഗ്ലാസ്ഗോയിൽ വെച്ച് നടന്ന UNFCCCയുടെ COP26 വെച്ചിട്ടാണ് അമേരിക്ക ഈ ഇൻ്റർനാഷണൽ സോളാർ അലയൻസിൽ 101ാമത്തെ മെമ്പർ കൺട്രി ആയിട്ട് മാറിയിരിക്കുന്നത്. ഇനി ഈ ഇൻ്റർനാഷണൽ സോളാർ അലയൻസിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് എവിടെയാണ്? ഹരിയാനയിലെ ഗുരുഗ്രാമിലാണ്. ഓക്കെ, അടുത്തത് നമ്മൾ കഴിഞ്ഞ കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തിരുന്നു അഫ്ഗാനിസ്ഥാനിൽ വെച്ചിട്ട് ഇന്ത്യ ഒരു റീജിയണൽ സെക്യൂരിറ്റി ഡയലോഗ് സംഘടിപ്പിക്കുന്നു എന്നുള്ളൊരു കാര്യം. അപ്പോൾ റീസെൻ്റ്ലി ആ ഒരു മീറ്റിംഗ് നടന്നു. ആ ഒരു സെക്യൂരിറ്റി ഡയലോഗിൽ വെച്ചിട്ട് ഒരു പ്രത്യേക ഡിക്ലറേഷൻ അഡോപ്റ്റ് ചെയ്തു. ആ ഡിക്ലറേഷൻ്റെ പേരെന്ന് പറയുന്നത് ഡൽഹി ഡിക്ലറേഷൻ എന്നാണ്. ഡൽഹി ഡിക്ലറേഷൻ ഓൺ അഫ്ഗാനിസ്ഥാൻ. ഓക്കെ, വിവിധ രാജ്യങ്ങളുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസേഴ്സ് ഒരുമിച്ച് കൂടിയ ആ ഒരു റീജിയണൽ സമ്മിറ്റിൽ അതിൻ്റെ ചെയർ സ്ഥാനം വഹിച്ചിരുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ആയിരുന്ന അജിത് ഡോവൽ ആയിരുന്നു. ഓക്കെ, ഇനി 8 രാജ്യങ്ങളാണ് ഈ ഒരു സെക്യൂരിറ്റി സമ്മിറ്റിൽ പങ്കെടുത്തത്. ഇന്ത്യ, റഷ്യ, ഇറാൻ, ഉസ്ബെക്കിസ്ഥാൻ, കസാക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, തജിക്കിസ്ഥാൻ, അതുപോലെ തന്നെ തുർക്ക്മെനിസ്ഥാൻ. ഇത്ര 8 രാജ്യങ്ങളുടെ പ്രതിനിധികളാണ് ഈ ഒരു സെക്യൂരിറ്റി ഡയലോഗിൽ പങ്കെടുത്തത്. ഓക്കെ, അവിടെ വെച്ച് അഡോപ്റ്റ് ചെയ്ത ആ ഒരു റെസൊല്യൂഷൻ്റെ പേരാണ് ഡൽഹി ഡിക്ലറേഷൻ എന്ന് പറയുന്നത്. ഇനി എന്താണ് ഡൽഹി ഡിക്ലറേഷൻ എന്ന് ചോദിച്ചാൽ അഫ്ഗാൻ പീപ്പിളിന് അർജൻറ്റ് അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യണം എന്ന് പറയുന്ന ഒരു ഡിക്ലറേഷനാണ് ഈ ഡൽഹി ഡിക്ലറേഷൻ എന്ന് പറയുന്നത്. നമുക്കറിയാം അഫ്ഗാനിസ്ഥാനിലെ ആളുകളുടെ ജീവിതം വളരെ ദുരിതപൂർണ്ണമാണിപ്പോൾ. കഴിഞ്ഞ വളരെ റീസെൻ്റായിട്ട് യുണൈറ്റഡ് നേഷൻസ് അഫ്ഗാനിസ്ഥാനിൽ ഒരു വലിയ ഭക്ഷ്യക്ഷാമം ഉണ്ടാകാൻ പോകുന്നു എന്നൊക്കെ വാൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ദുരിതങ്ങൾ അനുഭവിക്കുന്ന അഫ്ഗാൻ പീപ്പിളിന് അർജൻറ്റായിട്ട് അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യണം എന്ന് പറയുന്നൊരു ഡിക്ലറേഷനാണ് ഈ ഡൽഹി ഡിക്ലറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ 3ാമത് ഗോവ മാരിടൈം കോൺക്ലേവ് 2021 കണ്ടക്ട് ചെയ്തു. ഓക്കെ, ഗോവയിൽ വെച്ചിട്ടാണ് നടന്നത്. ഇനി ആ ഒരു മാരിടൈം കോൺക്ലേവിൻ്റെ തീം എന്ന് പറയുന്നത് മാരിടൈം സെക്യൂരിറ്റി ആൻഡ് എമർജിംഗ് നോൺ ട്രഡീഷണൽ ത്രെറ്റ്സ് എ കേസ് ഫോർ പ്രോ ആക്റ്റീവ് റോൾ ഫോർ ഇന്ത്യൻ ഓഷ്യൻ റീജിയൻ എന്നുള്ളതാണ്. ഓക്കെ, ഇതാണ് 3ാമത്തെ ഗോവ മാരിടൈം കോൺക്ലേവ് 2021 തീം എന്ന് പറയുന്നത്. നടക്കുന്നത് ഗോവയിൽ വെച്ചിട്ടാണ്. ഓക്കെ, അതിൻ്റെ 3rd എഡിഷനാണ്. ഓക്കെ, അടുത്തത് നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട് അവരുടെ നേച്ചർ കൺസർവേഷൻ മിഷൻസിന് വേണ്ടി തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെ നേച്ചർ കൺസർവേഷൻ മിഷൻസിന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ ക്രിയേറ്റ് ചെയ്തു എന്നുള്ളതാണ്. തമിഴ്നാട് ഗവൺമെൻറ് ഒരു സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ ക്രിയേറ്റ് ചെയ്തു. ഇനി ഒരു സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ എന്ന് പറഞ്ഞാൽ ബേസിക്കലി
ഒരു കമ്പനിയാണ് ഒരു പ്രത്യേക ടാർഗറ്റ് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ എയിം അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടി സ്ഥാപിക്കപ്പെടുന്ന അല്ലെങ്കിൽ രൂപപ്പെടുത്തുന്ന ഒരു കമ്പനിയാണ് നമ്മളൊരു സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ എന്ന് പറയുന്നത്. നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്, നമ്മുടെ വിവിധ സംസ്ഥാന ഗവൺമെൻറ്റുകൾ ഇതുപോലെ ഇതിനു മുമ്പും സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് തമിഴ്നാടിൻ്റെ കാര്യം പറയുമ്പോൾ ഇവരുടെ എയിം എന്താണ്? നേച്ചർ കൺസർവേഷൻ മിഷൻസ് മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളിൻ്റെ എയിം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ഒരു സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ അതിൻ്റെ തമിഴ്നാട്ടിൽ അവർ കൊടുത്തിരിക്കുന്ന ഒഫീഷ്യൽ നെയിം എന്ന് പറയുന്നത് തമിഴ്നാടു ഗ്രീൻ ക്ലൈമറ്റ് കമ്പനി എന്നുള്ളതാണ്. ഓക്കെ, തമിഴ്നാട് ഗ്രീൻ ക്ലൈമറ്റ് കമ്പനി എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഏറ്റവും റീസെൻ്റായിട്ട് നേച്ചർ കൺസർവേഷൻ മിഷൻസ് ആ ഒരു സംസ്ഥാനത്ത് മാനേജ് ചെയ്യുന്നതിന് വേണ്ടി ഒരു സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ സ്ഥാപിച്ച സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് തമിഴ്നാടാണ്. ഓക്കെ, അടുത്തത് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഡേറ്റ് അനുസരിച്ച് 18 ലക്ഷം കുട്ടികൾ, ഇന്ത്യയിൽ 18 ലക്ഷം കുട്ടികൾ സിവിയർലി മാൽനറിഷ്ഡ് ആണെന്നാണ് ആ ഒരു ഡേറ്റ് പറയുന്നത്. ഓക്കെ, 18 ലക്ഷം കുട്ടികൾ ഇന്ത്യയിൽ സിവിയർലി മാൽനറിഷ്ഡ് ആണെന്നാണ് പറയുന്നത്. ഓക്കെ, മാൽനറിഷ്ഡ് എന്ന് പറഞ്ഞാൽ പോഷകാഹാരക്കുറവ് സിവിയർലി അഫക്റ്റ് ചെയ്യുന്ന 18 ലക്ഷം കുട്ടികൾ ഇന്ത്യയിൽ ഉണ്ടെന്നാണ് പറയുന്നത്. ആൻഡ് ഈ ഒരു റിപ്പോർട്ട് പുറത്തിറക്കിയിരിക്കുന്നത് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് മിനിസ്ട്രിയാണ്. ഓക്കെ, വുമൺ ആൻഡ് ചൈൽഡ് മിനിസ്ട്രിയാണ്. ആൻഡ് ഈ ഒരു റിപ്പോർട്ടിൽ അതിൽ ഏറ്റവും ടോപ്പിൽ വന്നിരിക്കുന്ന 3 സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് മഹാരാഷ്ട്ര, ബീഹാർ, ഗുജറാത്ത്. ഈ 3 സംസ്ഥാനങ്ങളാണ് സിവിയർലി മാൽനറിഷ്ഡ് ആയിട്ടുള്ള ഏറ്റവും അധികം കുട്ടികളുള്ളത്. ഓക്കെ, മഹാരാഷ്ട്ര, ബീഹാർ, അതുപോലെ തന്നെ ഗുജറാത്ത്. ഓക്കെ, അടുത്തത് നമ്മുടെ ഗവൺമെൻറ് പുറത്തിറക്കിയിരിക്കുന്ന ഒരു ഇൻഡെക്സിനെ പറ്റിയാണ്. ആ ഇൻഡെക്സിൻ്റെ പേരെന്ന് പറയുന്നത് ലീഡ്സ് എന്നാണ്. ലീഡ്സ് ഇൻഡെക്സ് 2021. ഇനി എന്താണ് ഈ ലീഡ്സ് ഇൻഡെക്സ് എന്ന് പറയുന്നത്? ലോജിസ്റ്റിക്സ് ഈസ് അക്രോസ് ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ് എന്നുള്ളതാണ് ലീഡ്സിൻ്റെ പൂർണ്ണരൂപം. അതിനെയാണ് നമ്മൾ ചുരുക്കി ലീഡ്സ് ഇൻഡെക്സ് 2021 എന്ന് വിളിക്കുന്നത്. അതിൻ്റെ 3rd എഡിഷനാണ്. ഓക്കെ, ഇനി ഈ ലീഡ്സ് ഇൻഡെക്സ് പുറത്തിറക്കുന്ന മിനിസ്ട്രി എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയാണ്. കൊമേഴ്സ് മിനിസ്ട്രിയാണ് ഈ ഒരു ഇൻഡെക്സ് ലീഡ്സ് ഇൻഡെക്സ് പുറത്തിറക്കുന്നത്. ഇനി എന്താണ് ഈ ലീഡ്സ് ഇൻഡെക്സ് എന്ന് പറയുന്നത്? അതായത് വിവിധ സംസ്ഥാനങ്ങൾ അവരുടെ സംസ്ഥാനങ്ങളിലെ ട്രേഡ് പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എത്രത്തോളം ലോജിസ്റ്റിക്കൽ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ബേസിൽ ഈ സംസ്ഥാനങ്ങളെ റാങ്ക് ചെയ്യുന്ന ഒരു പട്ടികയാണ് ഈ ലീഡ്സ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഇനി ഈ ഒരു ഇൻഡെക്സിൽ ഏറ്റവും ടോപ്പിൽ വന്നിരിക്കുന്ന സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് ഗുജറാത്ത്, ഹരിയാന, പഞ്ചാബ്. ഈ സംസ്ഥാനങ്ങളാണ് 1, 2, 3 സ്ഥാനങ്ങൾ നേടിയിരിക്കുന്നത്. ഗുജറാത്ത്, ഹരിയാന, അതുപോലെ തന്നെ പഞ്ചാബ്. ഇനി ഈ ലീഡ്സ് ഇൻഡെക്സ് ആദ്യമായിട്ട് ലോഞ്ച് ചെയ്തത് 2018. ഓക്കെ, അപ്പോൾ ഈ 3 സംസ്ഥാനങ്ങളുടെ പേര് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. 2021 ലീഡ്സ് ഇൻഡെക്സിൽ ഏറ്റവും ടോപ്പിൽ വന്നിരിക്കുന്ന സംസ്ഥാനങ്ങൾ ഗുജറാത്ത്, ഹരിയാന, അതുപോലെ തന്നെ പഞ്ചാബ്. ഓക്കെ, അടുത്തത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, നമ്മുടെ സെൻട്രൽ ബാങ്ക് പുറത്തിറക്കിയിരിക്കുന്ന ഒരു ഗ്ലോബൽ ഹാക്കത്തോണിനെ പറ്റിയാണ്. ആ ഹാക്കത്തോണിൻ്റെ പേരെന്ന് പറയുന്നത് ഹർബിംഗർ 2021 എന്നുള്ളതാണ്. ഓക്കെ, ഹർബിംഗർ 2021 ഇന്നൊവേഷൻ ഫോർ ട്രാൻസ്ഫോർമേഷൻ. ഹർബിംഗർ 2021 ഇന്നൊവേഷൻ ഫോർ ട്രാൻസ്ഫോർമേഷൻ എന്നാണ്. ഇതൊരു ഗ്ലോബൽ ഹാക്കത്തോണാണ്. എന്താണ് ഹാക്കത്തോൺ എന്ന് നമുക്കറിയാം. കുറേയധികം ആളുകളെ ഒരുമിച്ച് ചേർത്ത് ചില പർട്ടിക്കുലർ കാര്യങ്ങൾക്ക് സൊല്യൂഷൻ കണ്ടെത്തുക എന്നുള്ളതാണ് ഈ ഒരു പർട്ടിക്കുലർ ഹാക്കത്തോണിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ആൻഡ് ഇവിടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? ഡിജിറ്റൽ പേയ്മെൻറ്റ്സ് സ്ട്രെങ്തൻ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, സ്ട്രെങ്തനിങ് ഡിജിറ്റൽ പേയ്മെൻറ്റ്സ്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് ഡിജിറ്റൽ പേയ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കറൻ്റ്ലി അതിൽ ഒരുപാട് ഒബ്സ്റ്റക്കിൾസ് ഉണ്ട്. ഓക്കെ, ആ ഒബ്സ്റ്റക്കിൾസിനെ പരിഹരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതിനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ കേപ്പബിൾ ആയിട്ടുള്ള ആളുകളെ ക്ഷണിക്കുകയും അപ്പോൾ അവരുടെ ഒരു കൂട്ടായ വർക്ക് വഴി ഈ ഒരു പ്രശ്നങ്ങൾക്ക്, ഈ ഒബ്സ്റ്റക്കിൾസിന് വിവിധ പരിഹാരങ്ങൾ കണ്ടെത്തുകയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ബേസിക്കലി ഡിജിറ്റൽ പേയ്മെൻറ്റ്സ് നമ്മുടെ രാജ്യത്ത് സ്ട്രെങ്തൻ ചെയ്യുക എന്നുള്ളതാണ് RBI ഈ ഒരു ഗ്ലോബൽ ഹാക്കത്തോൺ കൊണ്ട് അല്ലെങ്കിൽ ഹർബിംഗർ 2021 കൊണ്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉദ്ദേശിക്കുന്നത്. ഇനി ഇതിൻ്റെ ഒരു തീം എന്ന് പറയുന്നത് എന്താണ്? സ്മാർട്ടർ ഡിജിറ്റൽ പേയ്മെൻറ്റ്സ് എന്നുള്ള പറയുന്ന ആ ഒരു പെർട്ടിക്കുലർ തീമിൻ്റെ കീഴിലായിരിക്കും ഈ ഒരു ഗ്ലോബൽ ഹാക്കത്തോൺ കണ്ടക്ട് ചെയ്യപ്പെടുന്നത്. ഓക്കെ, അടുത്തത് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഒരു സർവേയെ പറ്റിയാണ്. നാഷണൽ അച്ചീവ്മെൻറ്റ് സർവേ അല്ലെങ്കിൽ NAS എന്നാണ് അതിൻ്റെ പേരെന്ന് പറയുന്നത്. നാഷണൽ അച്ചീവ്മെൻറ്റ് സർവേ. ഓക്കെ, ഇത് നമ്മുടെ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട, നമ്മുടെ കുട്ടികളുടെ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു സർവേ ആണ്. ഓക്കെ, ഇനി എന്താണിത്? 3, 5, 8 ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾ. ഓക്കെ, ഈ ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ള അവരുടെ കോമ്പിറ്റൻസീസ് അസസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സർവേയാണ് നാഷണൽ അച്ചീവ്മെൻറ്റ് സർവേ എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ്? 3, 5, 8 ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾ അവർ അച്ചീവ് ചെയ്തിട്ടുള്ള കോമ്പിറ്റൻസീസ് അസസ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു നാഷണൽ അച്ചീവ്മെൻറ്റ് സർവേയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്.
ഇനി 2021 നാഷണൽ അച്ചീവ്മെൻറ്റ് സർവേ ഏതാണ്ട് 1.23 ലക്ഷം സ്കൂളുകളിലാണ് കണ്ടക്ട് ചെയ്യപ്പെടുന്നത്. ഓക്കെ, നമ്മുടെ രാജ്യത്തെ 1.23 ലക്ഷം സ്കൂളുകളിലാണ് കണ്ടക്ട് ചെയ്യപ്പെടുന്നത്. അതുപോലെ തന്നെ 38 ലക്ഷം കുട്ടികളെ ആയിരിക്കും ഇതിൻ്റെ അകത്ത് നമ്മൾ അസസ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു സർവേയിൽ 38 ലക്ഷം കുട്ടികളെ ആയിരിക്കും. അതുപോലെ തന്നെ 36 സംസ്ഥാനങ്ങളും അതുപോലെ യൂണിയൻ ടെറിട്ടറീസിൽ നിന്ന് അവിടുത്തെ 733 ഡിസ്ട്രിക്ട്സിലായിരിക്കും ഈ ഒരു സർവേ കണ്ടക്ട് ചെയ്യപ്പെടുക. ഓക്കെ, 36 സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉൾപ്പെടെ 733 ഡിസ്ട്രിക്ട്സിലായിരിക്കും ഈ ഒരു സർവേ കണ്ടക്ട് ചെയ്യപ്പെടുന്നത്. ഓക്കെ, അടുത്തത് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് പുറത്തിറക്കിയിരിക്കുന്ന പുതിയൊരു പോർട്ടലിനെ പറ്റിയാണ്. ആ പോർട്ടലിൻ്റെ പേരെന്ന് പറയുന്നത് ഇ അമൃത് പോർട്ടൽ. ഇനി എന്തിനാണ് ഈ ഒരു ഇ അമൃത് പോർട്ടൽ ഗവൺമെൻറ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്? അതായത് ഈ വെഹിക്കിൾ അല്ലെങ്കിൽ ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ ഉപയോഗം രാജ്യത്ത് വർദ്ധിപ്പിക്കുക എന്നുള്ളൊരു ഉദ്ദേശം. അപ്പോൾ അതിനെപ്പറ്റിയുള്ള അവയർനെസ് ജനങ്ങൾക്കിടയിലേക്ക് ഉണ്ടാക്കുക എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഇ അമൃത് പോർട്ടൽ ഗവൺമെൻറ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി ഈ ഒരു പോർട്ടൽ ലോഞ്ച് ചെയ്തത് എവിടെ വെച്ചിട്ടാണ്? COP26 സമ്മിറ്റിൽ വെച്ചിട്ടാണ്. ഗ്ലാസ്ഗോയിൽ വെച്ച് നടന്ന COP26 സമ്മിറ്റിൽ വെച്ചിട്ടാണ് ഈ ഒരു പോർട്ടൽ ഇന്ത്യ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഇനി ഈ അമൃത് പോർട്ടലിൻ്റെ എന്താണ് അതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്? എന്താണ്? ആക്സിലറേറ്റഡ് ഇ മൊബിലിറ്റി റെവല്യൂഷൻ ഫോർ ഇന്ത്യാസ് ട്രാൻസ്പോർട്ടേഷൻ എന്നുള്ളതാണ് അമൃതിൻ്റെ ഈ അമൃത് എന്ന് പറയുന്ന പോർട്ടലിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. ഇനി ഈ ഒരു പോർട്ടൽ ലോഞ്ച് ചെയ്തിരിക്കുന്ന ആരാണ്? നീതി ആയോഗാണ്, ഇൻ അസോസിയേഷൻ വിത്ത് UK ഗവൺമെൻറ്. ഓക്കെ, UK ഗവൺമെൻറ്റുമായിട്ട് ചേർന്നിട്ട് നമ്മുടെ നീതി ആയോഗാണ്, നമ്മുടെ പ്ലാനിങ് ഏജൻസി ആയിട്ടുള്ള നീതി ആയോഗാണ് ഈ ഒരു ഇ അമൃത് പോർട്ടൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ അമൃത് പോർട്ടൽ എന്താണെന്ന് ചോദിച്ചാൽ അത് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചാൽ എന്താണ്? ഈ വെഹിക്കിൾ അവയർനെസ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു പോർട്ടലാണ്. ഓക്കെ, അടുത്തത് നമ്മുടെ യൂണിയൻ ക്യാബിനറ്റ് നവംബർ 15 എന്ന് പറയുന്ന ഒരു തീയതിയെ ജനജാതീയ ഗൗരവ് ദിവസമായിട്ട് ഒബ്സർവ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. നവംബർ 15 എന്ന് പറയുന്ന തീയതി ജനജാതീയ ഗൗരവ് ദിവസം എന്ന് പറയുന്ന ഒരു ഡേ ആയിട്ട് ഒബ്സർവ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. ഓക്കെ, ഇനി ഇത് എന്തിൻ്റെ പാർട്ടായിട്ടാണ് ഡിക്ലെയർ ചെയ്തതെന്ന് ചോദിച്ചാൽ നമ്മുടെ രാജ്യത്തിൻ്റെ 75ാമത്തെ സ്വാതന്ത്ര്യദിന വാർഷികം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ രാജ്യത്ത് ആസാദ് കി അമൃത് മഹോത്സവം എന്ന് പറയുന്നൊരു പ്രോഗ്രാം നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു നവംബർ 15 ഈ ഒരു ജനജാതീയ ഗൗരവ് ദിവസമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇനി ഇതിൻ്റെ എയിം എന്ന് പറയുന്നത് എന്താണ്? അതായത് നമ്മുടെ ട്രൈബൽ ഫ്രീഡം ഫൈറ്റേഴ്സിനെ കൊമമറേറ്റ് ചെയ്യുക. അതുപോലെ ബിർസ മുണ്ട എന്ന് പറയുന്ന ഒരു വ്യക്തി. ഇനി ബിർസ മുണ്ട ആരാന്ന് ചോദിച്ചാൽ ഈ ഇന്ത്യയിലെ ട്രൈബൽ ആളുകളുടെ ഇടയിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അവരുടെ ഒരു ഗോഡ് എന്ന് പറയുന്ന ഒരു ഇമേജിലൊക്കെ അവർ കാണുന്ന ഒരു വ്യക്തിയാണ് ഈ ബിർസ മുണ്ട എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ബർത്ത് ആനിവേഴ്സറിയും കൂടെ കൊമമറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ദിവസത്തിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. നവംബർ 15 ജനജാതീയ ഗൗരവ ദിവസമായിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, ട്രൈബൽ ഫ്രീഡം ഫൈറ്റേഴ്സിനെ റിമെമ്പർ ചെയ്യുക. അതുപോലെ തന്നെ ബിർസ മുണ്ട എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയുടെ ബർത്ത് ആനിവേഴ്സറി കൊമമറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ നവംബർ 15 എന്ന് പറയുന്ന തീയതി ഗവൺമെൻറ് ഏത് ദിവസമായിട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്? ജനജാതീയ ഗൗരവ ദിവസമായിട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഓക്കെ, അടുത്തത് നമ്മുടെ ഗവൺമെൻറ് ഒരു പുതിയ ടണൽ കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട്. ഇൻഡോ ചൈന ബോർഡറിൽ ഒരു സെയില ടണൽ എന്ന് പറയുന്ന ഒരു പുതിയ ടണൽ കൺസ്ട്രക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഈ ടണലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? വേൾഡ്സ് ലോങ്ങസ്റ്റ് ബൈലൈൻ റോഡ് ടണലാണ് ഈ സെയില ടണൽ എന്ന് പറയുന്നത്. വേൾഡ്സ് ലോങ്ങസ്റ്റ് ബൈലൈൻ റോഡ് ടണലാണ് ഈ സെയില ടണൽ എന്ന് പറയുന്നത്. ഇനി ഇത് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് ബലിപര ചാർദ്വാർ തവാങ് അല്ലെങ്കിൽ BCT റോഡ് എന്ന് പറയുന്ന ആ ഒരു റോഡിലാണ് ഈ ഒരു ടണൽ നിർമ്മിക്കുന്നത്. ഈ സെയില ടണൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ BRO അല്ലെങ്കിൽ ബോർഡർ റോഡ്സ് ഓർഗനൈസേഷനാണ് ഇത് നിർമ്മിക്കുന്നത്. ഇനി ഈ ഒരു ടണൽ നിർമ്മിക്കുന്നത് ഒരു പ്രത്യേക പ്രോജക്റ്റിൻ്റെ കീഴിലാണ്. ആ പ്രോജക്റ്റിൻ്റെ പേരെന്ന് പറയുന്നതാണ് പ്രോജക്റ്റ് വർത്തക് എന്നുള്ളതാണ്. പ്രോജക്റ്റ് വർത്തകിൻ്റെ കീഴിലാണ് ഈ സെയില ടണൽ ഇപ്പോൾ നമ്മുടെ ഗവൺമെൻറ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അടുത്തത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നമ്മുടെ സെൻട്രൽ ബാങ്ക് ആയിട്ടുള്ള റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 2 പുതിയ ഇനീഷ്യേറ്റീവ്സ് ഇനാഗുറേറ്റ് ചെയ്തു അല്ലെങ്കിൽ ലോഞ്ച് ചെയ്തു എന്നുള്ളതാണ്. ഓക്കെ, 2 RBI ഇനീഷ്യേറ്റീവ്സ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോഞ്ച് ചെയ്തു. ഏതൊക്കെയാണ് RBIയുടെ ആ 2 ഇനീഷ്യേറ്റീവ്സ് എന്ന് പറയുന്നത്? ഒന്നെന്ന് പറയുന്നത് RBI റീറ്റെയിൽ ഡയറക്റ്റ് സ്കീം, അതുപോലെ രണ്ടാമത്തേതെന്ന് പറയുന്നത് റിസർവ് ബാങ്ക് ഇൻ്റഗ്രേറ്റഡ് ഓംബുഡ്സ്മാൻ സ്കീം എന്ന് പറയുന്ന 2 സ്കീമുകളാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഏറ്റവും റീസെൻ്റായിട്ട് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇതെന്ന് പറയുന്നത് രണ്ടും ഒരു കസ്റ്റമർ സെൻട്രിക് ആയിട്ടുള്ള ഇനീഷ്യേറ്റീവ്സ് ആണ്. ഇനി ഒന്നാമത്തെ RBI റീറ്റെയിൽ ഡയറക്റ്റ് സ്കീം എന്ന് പറയുന്നത് ഒരു റെവല്യൂഷണറി ആയിട്ടുള്ള ഒരു പുതിയ ഇനീഷ്യേറ്റീവാണ് RBIയുടെ. അതായത് ഗവൺമെൻറ് സെക്യൂരിറ്റീസിൽ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനെ
ഇൻവെസ്റ്റ് ചെയ്യാൻ അനുവദിച്ചുകൊണ്ടുള്ള ഒരു ഇനിഷ്യേറ്റീവാണ് RBI റീറ്റെയിൽ ഡയറക്റ്റ് സ്കീം എന്ന് പറയുന്നത്. ഓക്കെ, ഗവൺമെൻറ് ബോണ്ട് മാർക്കറ്റിൽ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ വേണ്ടി അനുവദിച്ചുകൊണ്ടുള്ള ഒരു സ്കീമാണ് RBI റീറ്റെയിൽ ഡയറക്റ്റ് സ്കീം എന്ന് പറയുന്നത്. അതുപോലെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇൻ്റഗ്രേറ്റഡ് ഓംബുഡ്സ്മാൻ സ്കീം എന്ന് പറയുന്നത്, നമുക്കറിയാം എന്താണ് ഓംബുഡ്സ്മാൻ സ്കീം എന്ന്. ഓക്കെ, ബാങ്കിങ് റിലേറ്റഡ് ആയിട്ടുള്ള പരാതികൾ പരിഹരിക്കുന്ന വ്യക്തിയാണ് ബാങ്കിങ് ഓംബുഡ്സ്മാൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട സ്കീമാണ് ഇൻ്റഗ്രേറ്റഡ് ഓംബുഡ്സ്മാൻ സ്കീം എന്ന് പറയുന്നത്. ഇപ്പോൾ രണ്ടും കസ്റ്റമർ സെൻട്രിക് ആയിട്ടുള്ള രണ്ട് ഇനിഷ്യേറ്റീവ്സാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി റീസെൻ്റ്ലി ലോഞ്ച് ചെയ്തിട്ടുള്ള റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ രണ്ട് പുതിയ ഇനിഷ്യേറ്റീവ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ഒരു ഇൻഡെക്സിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. ആ ഒരു ഇൻഡെക്സിൽ ഇന്ത്യയുടെ റാങ്കിങ്ങിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. ആ ഒരു ഇൻഡെക്സിൻ്റെ പേരെന്ന് പറയുന്നത് ഗ്ലോബൽ ഡ്രഗ് പോളിസി ഇൻഡെക്സ് എന്നുള്ളതാണ്. ഓക്കെ, ഗ്ലോബൽ ഡ്രഗ് പോളിസി ഇൻഡെക്സ്. അതിൻ്റെ 2021 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എഡിഷനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. ഓക്കെ, അതിൽ ഇന്ത്യയുടെ റാങ്കിങ് എന്ന് പറയുന്നത് എത്രയാണ്? 18ആണ്. ഗ്ലോബൽ ഡ്രഗ് പോളിസി ഇൻഡെക്സ് 2021 ഇന്ത്യയുടെ റാങ്കിങ് എന്ന് പറയുന്നത് 18ആണ്. ഈ ഒരു റാങ്കിങ്ങിൽ ഏറ്റവും ടോപ്പിൽ വന്നിരിക്കുന്നത് നോർവേ ആണ്. ഓക്കെ, അപ്പോൾ ഗ്ലോബൽ ഡ്രഗ് പോളിസി ഇൻഡെക്സ് 2021 ഇന്ത്യയുടെ റാങ്കിങ് ഓർത്തിരിക്കുക, 18ാമത്തെ റാങ്കിങ് ആണ്. ഈ റാങ്കിങ്ങിൽ ഏറ്റവും ടോപ്പിൽ വന്നിരിക്കുന്ന രാജ്യം എന്ന് പറയുന്നത് നോർവേ ആണ്. ഓക്കെ, അതുപോലെ ജമ്മു കാശ്മീരിലെ ശ്രീനഗർ എന്ന് പറയുന്ന സിറ്റിയെ യുനെസ്കോയുടെ ക്രിയേറ്റീവ് സിറ്റീസ് നെറ്റ്വർക്ക് എന്ന് പറയുന്ന ആ ഒരു നെറ്റ്വർക്കിലേക്ക് ഇൻഡക്ട് ചെയ്തു. ക്രിയേറ്റീവ് സിറ്റീസ് നെറ്റ്വർക്ക് ഫോർ 2021. അപ്പോൾ ആ ഒരു ലിസ്റ്റിലേക്ക് ഏറ്റവും റീസെൻ്റായിട്ട് കൂട്ടിച്ചേർത്തിരിക്കുന്ന ഇന്ത്യയിൽ നിന്ന്, അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ഇന്ത്യയിൽ നിന്നുള്ള സിറ്റി എന്ന് പറയുന്നത് ഏതാണ്? ശ്രീനഗറാണ്. ഓക്കെ, ഇത് ഇന്ത്യയിൽ നിന്ന് ഇങ്ങനെ തിരഞ്ഞെടുക്കപ്പെടുന്ന, അല്ലെങ്കിൽ ഈ ഒരു റെക്കഗ്നീഷൻ ലഭിക്കുന്ന 6ാമത്തെ സിറ്റിയാണ് ശ്രീനഗർ എന്ന് പറയുന്നത്. ഇതിന് മുമ്പുണ്ടായിരുന്ന സിറ്റീസ് എന്ന് പറയുന്നത് ജയ്പൂർ, വാരണാസി, ചെന്നൈ, മുംബൈ, അതുപോലെ തന്നെ ഹൈദരാബാദ്. ഈ 5 സിറ്റീസിനാണ് നേരത്തെ ഈ ഒരു റെക്കഗ്നീഷൻ ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും റീസെൻ്റായിട്ട് ഈ ഒരു യുനെസ്കോയുടെ റെക്കഗ്നീഷൻ ലഭിച്ചിരിക്കുന്നത് ആർക്കാണ്? ശ്രീനഗറിനാണ്. ഓക്കെ, അടുത്തത് വേൾഡ് എക്കണോമിക് ഫോറത്തിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയുടെ പുതിയ ഗ്രീൻ ഡീൽ ഇന്ത്യയുടെ GDPയിലേക്ക് 2070 $15 ട്രില്യൺ ഇൻകം അഡീഷണലായിട്ട് ഉണ്ടാക്കും, അല്ലെങ്കിൽ അഡീഷണലി കൂട്ടിച്ചേർക്കും എന്നാണ് വേൾഡ് എക്കണോമിക് ഫോറം പറയുന്നത്. ഇനി എന്താണ് ഇന്ത്യയുടെ പുതിയ ഗ്രീൻ ഡീൽ എന്ന് പറഞ്ഞതുകൊണ്ട് വേൾഡ് എക്കണോമിക് ഫോറം ഇവിടെ ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാം, നമ്മൾ COP26ൻ്റെ കറണ്ട് അഫയേഴ്സ് നമ്മൾ ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു, ഇന്ത്യ ആ ഒരു COP26 വെച്ചിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു അനൗൺസ്മെൻറ്റ് നടത്തിയിരുന്നു. 2070 ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം നെറ്റ് സീറോ കാർബൺ എമിഷൻ അച്ചീവ് ചെയ്യും എന്നുള്ള ആ ഒരു പ്രഖ്യാപനം. ഓക്കെ, അപ്പോൾ ആ ഒരു പ്രഖ്യാപനത്തെയാണ് ഇവിടെ ഇന്ത്യയുടെ പുതിയ ഗ്രീൻ ഡീൽ എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഗ്രീൻ ഡീൽ പ്രഖ്യാപിച്ചതോടുകൂടി, അല്ലെങ്കിൽ ഈ ഒരു ഗ്രീൻ ഡീൽ അച്ചീവ് ചെയ്യുകയാണെങ്കിൽ ബൈ 2070 ഇന്ത്യയുടെ GDPയിൽ $15 ട്രില്യൺ വർധനമുണ്ടാകുമെന്നാണ് ഈ ഒരു വേൾഡ് എക്കണോമിക് ഫോറത്തിൻ്റെ റിപ്പോർട്ട് പറയുന്നത്. ഇനി ഈ റിപ്പോർട്ടിൻ്റെ പേരെന്ന് പറയുന്നത് മിഷൻ 2070 എ ഗ്രീൻ ന്യൂ ഡീൽ ഫോർ എ നെറ്റ് സീറോ ഇന്ത്യ എന്നുള്ളതാണ്. മിഷൻ 2070 എ ഗ്രീൻ ന്യൂ ഡീൽ ഫോർ എ നെറ്റ് സീറോ ഇന്ത്യ എന്നുള്ളതാണ് വേൾഡ് എക്കണോമിക് ഫോറത്തിൻ്റെ ആ ഒരു റിപ്പോർട്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു റിപ്പോർട്ട് പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു ഗ്രീൻ ഡീൽ 50 മില്യൺ പുതിയ ജോലി സാധ്യതകൾ ഇന്ത്യയിൽ ഓപ്പൺ അപ്പ് ചെയ്യുന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, 50 മില്യൺ പുതിയ ജോലി സാധ്യതകൾ ഇന്ത്യയിൽ ഓപ്പൺ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് വേൾഡ് എക്കണോമിക് ഫോറത്തിൻ്റെ ഈ ഒരു പെർട്ടിക്കുലർ റിപ്പോർട്ടിൽ ഇന്ത്യയെ പറ്റി ഏറ്റവും പ്രധാനമായിട്ട് പറയുന്ന 2 പോയിന്റ്സ് എന്ന് പറയുന്നത്. അടുത്തതും ഒരു ഇൻഡെക്സിനെ പറ്റിയാണ്. ഇൻഡെക്സിൽ ഇന്ത്യയുടെ റാങ്കിങ്ങിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. ആ ഇൻഡെക്സിൻ്റെ പേരെന്ന് പറയുന്നത് ക്ലൈമറ്റ് ചേഞ്ച് പെർഫോമൻസ് ഇൻഡെക്സ് 2021, അല്ലെങ്കിൽ CCPI 2021. ക്ലൈമറ്റ് ചേഞ്ച് പെർഫോമൻസ് ഇൻഡെക്സ് 2021 ഇന്ത്യയുടെ റാങ്കിങ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10ാമത്തെ റാങ്കിങ് ആണ്. ഓക്കെ, ഇന്ത്യയുടെ റാങ്കിങ് CCPI 2021 ഇന്ത്യയുടെ റാങ്കിങ് എന്ന് പറയുന്നത് 10ആണ്. ഇനി ഏറ്റവും ടോപ്പിൽ വന്നിരിക്കുന്ന രാജ്യം എന്ന് പറയുന്നത് ഡെൻമാർക്കാണ്. ഓക്കെ, അപ്പോൾ ഡെൻമാർക്കാണ് ഈ ക്ലൈമറ്റ് ചേഞ്ച് പെർഫോമൻസ് ഇൻഡെക്സ് 2021 എഡിഷനിൽ ഏറ്റവും ടോപ്പിൽ വന്നിരിക്കുന്ന രാജ്യം എന്ന് പറയുന്നത്. ഇനി ഈ ഒരു ഇൻഡെക്സ് ലോഞ്ച് ചെയ്തിരിക്കുന്നത് COP26 അതിൻ്റെ ഭാഗമായിട്ടാണ്. ഓക്കെ, ഗ്ലാസ്ഗോയിൽ വെച്ച് നടന്ന COP26ൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ഇൻഡെക്സ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അത് ഇന്ത്യയുടെ റാങ്കിങ് കൃത്യമായിട്ട് ഓർത്തിരിക്കുക, 10th ആണ് ഇന്ത്യയുടെ റാങ്കിങ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് നമ്മൾ ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിലൊന്നാമത്തേതെന്ന് പറയുന്നത് ഇന്ത്യയും ഫ്രാൻസും തമ്മിൽ ചേർന്നിട്ട് ഒരു ആർമി എക്സസൈസ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നു. ആ എക്സസൈസിൻ്റെ പേരെന്ന് പറയുന്നത് ശക്തി 2021 എന്നുള്ളതാണ്. അതിൻ്റെ 6th എഡിഷൻ ആണ്. ഓക്കെ,
ശക്തി 2021 എന്ന് പറയുന്നത് ആർമി എക്സസൈസ് ആണ്. ഇന്ത്യയുടെയും ഫ്രാൻസിൻ്റെയും ആർമികൾ തമ്മിൽ ചേർന്ന് നടന്ന ഒരു ആർമി എക്സസൈസിനെയാണ് നമ്മൾ ശക്തി എന്ന് പറയുന്നത്. അപ്പോൾ അത് ഈ രണ്ട് രാജ്യങ്ങളും കൂടി കണ്ടക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നു. 2021 നടക്കുന്ന എവിടെയാണ്? ഫ്രാൻസിൽ വെച്ചിട്ടാണ്. ഓക്കെ, ഫ്രാൻസിലെ ഫ്രജസ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് ഈ ശക്തി 2021 നടക്കാൻ വേണ്ടി പോകുന്നത്. അടുത്തത് ഇന്ത്യൻ നേവി അവരുടെ 4ാമത്തെ സ്കോർപിയൻ ക്ലാസ് സബ്മറൈൻ വേല എന്ന് പറയുന്ന ഒരു സബ്മറൈനർ റിസീവ് ചെയ്തു എന്നുള്ളതാണ്. ഓക്കെ, ഇന്ത്യൻ നേവിയുടെ 4ാമത്തെ സ്കോർപിയൻ ക്ലാസ് സബ്മറൈനറാണ് വേല എന്ന് പറയുന്നത്. ആ ഒരു സബ്മറൈനർ ഇന്ത്യൻ നേവി റിസീവ് ചെയ്തു എന്നുള്ളതാണ്. ഇനി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പ്രോജക്റ്റ് 75 എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റിനെ പറ്റി. ഈ ഒരു പ്രോജക്റ്റ് 75ൻ്റെ കീഴിലാണ് ഇന്ത്യ ഈ സബ്മറൈനേഴ്സ് ഡെവലപ്പ് ചെയ്യുക അല്ലെങ്കിൽ കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി എന്താണ് പ്രോജക്റ്റ് 75 എന്ന് പറയുന്നത്? അതായത് ഇൻഡിജിനസ് ആയിട്ട്, അതായത് നമ്മുടെ രാജ്യത്ത് തന്നെ നമ്മുടെ രാജ്യത്തെ വിഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് 6 സബ്മറൈനേഴ്സ് നിർമ്മിക്കുക എന്നുള്ളതാണ് ഈ പ്രോജക്റ്റ് 75 എന്ന് പറയുന്നത്. ഇനി ഈ ഒരു പ്രോജക്റ്റിന് കീഴിൽ എവിടെയാണ് ഈ സബ്മറൈനേഴ്സ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്? മുംബൈയിലെ മാസഗൺ ഡോക്ക് ലിമിറ്റഡിലാണ് ഈ സബ്മറൈനേഴ്സ് നിർമ്മിക്കുന്നത്. അപ്പോൾ ടോട്ടൽ 6 സബ്മറൈനേഴ്സാണ് നമുക്ക് പ്രോജക്റ്റ് 75ൻ്റെ കീഴിൽ കൺസ്ട്രക്ട് ചെയ്യേണ്ടി വരുന്നത്. ആൻഡ് അതിൽ 4ാമത്തെ സ്കോർപിയൻ ക്ലാസ് സബ്മറൈനറാണ് ഈ വേല എന്ന് പറയുന്നത്. ഇനി 2 സബ്മറൈനേഴ്സ് കൂടെ ഇന്ത്യൻ നേവി ഇൻഡക്ട് ചെയ്യും. ഓക്കെ, അടുത്തത് ഇന്ത്യ, തായ്ലൻഡ് എന്നീ 2 രാജ്യങ്ങൾ ചേർന്ന് നടത്തുന്ന ഒരു കോർഡിനേറ്റഡ് പെട്രോളിനെയാണ് നമ്മൾ കോർപാറ്റ് എന്ന് പറയുന്നത്. ഇൻഡോ തായ്ലൻഡ് കോർപാറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ 32ാമത്തെ എഡിഷൻ 32nd എഡിഷൻ റീസെൻ്റ്ലി കണ്ടക്ട് ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് കോർപാറ്റ് എന്ന് പറയുന്നത്? ഇന്ത്യ തായ്ലൻഡ് കോർഡിനേറ്റഡ് പെട്രോളിൻ്റെ ഷോർട്ട് ഫോമാണ് കോർപാറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇത് ഏത് രാജ്യങ്ങൾ തമ്മിലാണ്? ഇന്ത്യയും തായ്ലൻഡും അവരുടെ നേവീസ് തമ്മിലാണ്. ഓക്കെ, ഇന്ത്യയുടെയും തായ്ലൻഡിൻ്റെയും നേവീസ് തമ്മിലാണ് ഈ ഒരു കോർഡിനേറ്റഡ് പെട്രോൾ അല്ലെങ്കിൽ കോർപാറ്റ് എന്ന് പറയുന്ന ആ ഒരു എക്സസൈസ് നടക്കുന്നത്. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് ഈ ഒരു വീക്കിൽ ഉണ്ടായിട്ടുള്ള ചില പ്രധാനപ്പെട്ട റെസിഗ്നേഷൻസും അതുപോലെ തന്നെ ചില പ്രധാനപ്പെട്ട അപ്പോയിൻമെൻറ്റ്സുമാണ്. അതിലൊന്നാമത്തെ എന്ന് പറയുന്നത് ചിലിയുടെ പ്രസിഡൻറ്റിനെ ആ രാജ്യം ഇംപീച്ച് ചെയ്തു എന്നുള്ളതാണ്. ഓക്കെ, ചിലിയൻ പ്രസിഡൻറ്റിനെ റീസെൻ്റ്ലി ഇംപീച്ച് ചെയ്തു. അദ്ദേഹത്തിൻ്റെ പേരെന്ന് പറയുന്നത് സെബാസ്റ്റ്യൻ പിനേര എന്നാണ്. സെബാസ്റ്റ്യൻ പിനേരയെ അവരുടെ പ്രസിഡന്റ് എന്ന് പറയുന്ന സ്ഥാനത്ത് നിന്ന് ആ രാജ്യം ഇംപീച്ച് ചെയ്തു എന്നുള്ളതാണ്. ഇനി എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഒരു ഇംപീച്ച്മെൻ്റ് എന്ന് ചോദിച്ചാൽ നമ്മൾ പണ്ടോറ പേപ്പർ ലീക്സിനെ പറ്റി നമ്മൾ പത്രത്തിലും മറ്റു മാധ്യമങ്ങളിലൊക്കെ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പണ്ടോറ പേപ്പർ ലീക്സുമായിട്ട് ബന്ധപ്പെട്ട അലിഗേഷനെ തുടർന്നാണ് ഇദ്ദേഹത്തിന് ആ ഒരു സ്ഥാനത്ത് നിന്ന് രാജിവെക്കേണ്ടി വരുന്നത്. ഇനി ചിലി എന്ന് പറയുന്ന രാജ്യത്തെ പറ്റി പറയുമ്പോൾ ആ രാജ്യത്തിൻ്റെ ക്യാപിറ്റൽ ഏതാണ്? സാന്റിയാഗോ ആണ് ചിലിയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ചിലിയുടെ ഇപ്പോഴത്തെ ഇതുവരെ ഉണ്ടായിരുന്ന പ്രസിഡൻ്റാണ് സെബാസ്റ്റ്യൻ പിനേര എന്ന് പറയുന്നത്. അദ്ദേഹത്തെയാണ് റീസെൻ്റ്ലി ആ രാജ്യം ഇംപീച്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതുപോലെ അടുത്തതെന്ന് പറയുന്നത് ജപ്പാൻ്റെ പ്രൈം മിനിസ്റ്ററായിട്ട് റീ എലക്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ് ഫുമിയോ കിഷിഡ എന്ന് പറയുന്നത്. ഓക്കെ, ഫുമിയോ കിഷിഡ ആണ് ജപ്പാൻ്റെ പ്രൈം മിനിസ്റ്ററായിട്ട് റീ എലക്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് വൈസ് അഡ്മിറൽ ആർ ഹരികുമാറിനെ ഡിഫൻസ് മിനിസ്ട്രി റീസെൻ്റ്ലി നെക്സ്റ്റ് ചീഫ് ഓഫ് നേവൽ സ്റ്റാഫായിട്ട് അപ്പോയിൻറ്റ് ചെയ്തു. അതായത് ഇന്ത്യൻ നേവിയുടെ മേധാവിയായിട്ട് ആർ ഹരികുമാറിനെയാണ് അടുത്ത മേധാവിയായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ആർ ഹരികുമാറിനെയാണ്. ആർ ഹരികുമാർ എന്ന് പറയുന്നത് മലയാളിയായിട്ടുള്ളൊരു വ്യക്തിയാണ്. ഓക്കെ, ഡിഫൻസ് മിനിസ്ട്രിയാണ് ഈ ഒരു അപ്പോയിൻമെൻറ്റ് നടത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പം അടുത്ത ചീഫ് ഓഫ് നേവൽ സ്റ്റാഫ് ആരാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് വൈസ് അഡ്മിറൽ ആർ ഹരികുമാറാണ്. ഓക്കെ, അടുത്തത് നേപ്പാളിൻ്റെ ആർമി ചീഫായിട്ടുള്ള പ്രഭുറാം ശർമ്മയ്ക്ക്. ഓക്കെ, നേപ്പാളിൻ്റെ ആർമി ചീഫാണ് പ്രഭുറാം ശർമ്മ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റ് റീസെൻ്റ്ലി ഒരു ബഹുമതി നൽകി എന്നുള്ളതാണ്. അതായത് ജനറൽ ഓഫ് ഇന്ത്യൻ ആർമി എന്ന് പറയുന്ന ഒരു ഓണററി റാങ്ക് ഈ നേപ്പാൾ ആർമി ചീഫായിട്ടുള്ള പ്രഭുറാം ശർമ്മയ്ക്ക് നൽകി എന്നുള്ളതാണ് കറണ്ട് അഫെയർ എന്ന് പറയുന്നത്. അപ്പോൾ ഏത് രാജ്യത്തിൻ്റെ ആർമി ചീഫിനാണ് റീസെൻ്റ്ലി നമ്മുടെ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യൻ പ്രസിഡന്റ് ഒരു ഓണററി റാങ്ക് ജനറൽ ഓഫ് ഇന്ത്യൻ ആർമി എന്ന് പറയുന്ന ഒരു ഓണററി റാങ്ക് കൺഫർ ചെയ്തെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ പേരെന്ന് പറയുന്നത് പ്രഭുറാം ശർമ്മയാണ്. ഏത് രാജ്യത്തിൻ്റെ മേധാവിയാണ്? നേപ്പാൾ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ആർമി ചീഫാണ് പ്രഭുറാം ശർമ്മ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് യുണൈറ്റഡ് നേഷൻസിൻ്റെ വേൾഡ് ഫുഡ് പ്രോഗ്രാമിനെ പറ്റി നമുക്കറിയാം. അപ്പോൾ ഈ യുണൈറ്റഡ് നേഷൻസ് വേൾഡ് ഫുഡ് പ്രോഗ്രാമിൻ്റെ ഗുഡ്വിൽ അംബാസഡറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ് ഡാനിയൽ ബ്രൂൾ എന്ന് പറയുന്നത്. ഡാനിയൽ ബ്രൂൾ എന്ന് പറയുന്നത് സ്പാനിഷ് ജർമ്മൻ ആക്ടറാണ്. അപ്പോൾ അദ്ദേഹത്തെയാണ് യുണൈറ്റഡ് നേഷൻസിൻ്റെ വേൾഡ് ഫുഡ് പ്രോഗ്രാമിൻ്റെ ഗുഡ്വിൽ അംബാസഡറായിട്ട് റീസെൻ്റ്ലി അപ്പോയിൻറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പേരെന്ന് പറയുന്നത് എന്താണ്? ഡാനിയൽ ബ്രൂൾ. ഓക്കെ, അതുപോലെ നിക്കാരേഗ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ പ്രസിഡൻ്റായിട്ട്
ഡാനിയൽ ഒർട്ടേഗ എന്ന് പറയുന്ന വ്യക്തി റീ അപ്പോയിൻറ്റ് ചെയ്യപ്പെട്ടു. ഓക്കെ, നിക്കോരേഗ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ പ്രസിഡൻ്റായിട്ട് റീ അപ്പോയിൻറ്റ് ചെയ്യപ്പെട്ട വ്യക്തി ഇരിക്കുന്ന പേരാണ്, അല്ലെങ്കിൽ റീ ഇലക്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന വ്യക്തിയുടെ പേരാണ് ഡാനിയൽ ഒർട്ടേഗ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ 4th കോൺസിക്യൂട്ടീവ് ടൈമാണ്, തുടർച്ചയായി 4ാമത്തെ തവണയാണ് അദ്ദേഹം നിക്കോരേഗയുടെ പ്രസിഡൻ്റായിട്ട് ആ ഒരു സ്ഥാനത്തേക്ക് കടന്നു വരുന്നത്. ഇനി നിക്കോരേഗയെ പറ്റി പറയുമ്പോൾ അതിൻ്റെ ക്യാപിറ്റൽ ഇതാണ് മനാഗ്വ എന്ന് പറയുന്ന സ്ഥലമാണ് നിക്കോരേഗയുടെ ക്യാപിറ്റലായിട്ട് അറിയപ്പെടുന്നത്. ഓക്കെ, അതുപോലെ നമ്മുടെ രാജ്യസഭയുടെ പുതിയ സെക്രട്ടറി ജനറലായിട്ട് അപ്പോയിൻറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന വ്യക്തിയുടെ പേരാണ് PC മോഡി എന്ന് പറയുന്നത്. PC മോഡി എന്ന് പറയുന്ന പേര് നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ട്. നമ്മുടെ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സസിൻ്റെ ഫോർമർ ചെയർമാനായിരുന്നു, CBDTയുടെ ഫോർമർ ചെയർമാനായിരുന്നു PC മോഡി എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് റീസെൻ്റായിട്ട് ലഭിച്ചിരിക്കുന്ന അപ്പോയിൻമെൻറ്റ് എന്താണ്? രാജ്യസഭയുടെ സെക്രട്ടറി ജനറൽ എന്ന് പറയുന്ന പദവിയിലേക്കാണ് അദ്ദേഹത്തെ അപ്പോയിൻറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് കൃത്യമായിട്ട് ഓർത്തിരിക്കുക, PC മോഡി. അടുത്തത് സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട ചില വാർത്തകളാണ്. അതിൽ ഒന്നാമത്തെ വാർത്ത എന്ന് പറയുന്നത് WTT കോണ്ടൻഡർ ലാസ്കോ 2021 ടൂർണമെൻറ്റിൽ ഇന്ത്യൻ ടീമാണ് അതിൻ്റെ വുമൻസ് ഡബിൾസ് വിജയിച്ചിരിക്കുന്നത്. ടേബിൾ ടെന്നീസ് ടൂർണമെൻ്റ് ആണ്. അപ്പോൾ ഈ ടൂർണമെൻറ്റിൻ്റെ വുമൻസ് ഡബിൾസ് വിജയിച്ചിരിക്കുന്നത് ഇന്ത്യയാണ്. ഇന്ത്യയിൽ നിന്നുള്ള മനിക ബത്ര അതുപോലെ അർച്ചന ഗിരീഷ് കാമത്ത് എന്ന് പറയുന്ന 2 വനിതകളാണ് വുമൻസ് ഡബിൾസ് ഈ ഒരു മത്സരത്തിൽ, അതായത് WTT കോണ്ടൻഡർ ലാസ്കോ 2021 ടൂർണമെൻറ്റിൽ വുമൻസ് ഡബിൾസ് ടൈറ്റിൽ നേടിയിരിക്കുന്നത്. ഓക്കെ, അത് നടക്കുന്നത് എവിടെയാണ് നടന്നത്? സ്ലൊവേനിയയിലെ ലാസ്കോ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ഈ ഒരു ടൂർണമെൻറ്റ് കണ്ടക്ട് ചെയ്യപ്പെട്ടത്. ഓക്കെ, അടുത്തത് 2021 പാരീസ് മാസ്റ്റേഴ്സ് വിജയിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ ടെന്നീസ് ടൂർണമെൻറ്റാണ്. 2021 പാരീസ് മാസ്റ്റേഴ്സ് ടെന്നീസ് ടൂർണമെൻറ്റ് വിജയിച്ചിരിക്കുന്നത് നൊവാക് ജോക്കോവിച്ച് ആണ്. അദ്ദേഹം പരാജയപ്പെടുത്തിയിരിക്കുന്ന ആരെയാണ്? ഡെനിൽ മെഡ്വഡേവിനെയാണ് നൊവാക് ജോക്കോവിച്ച് പരാജയപ്പെടുത്തിയിരിക്കുന്നത്. ആൻഡ് ഈ ഒരു മാസ്റ്റേഴ്സ് ടൈറ്റിൽ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ 37ാമത്തെ മാസ്റ്റേഴ്സ് ടൈറ്റിലാണ്. അദ്ദേഹത്തിന് 37ാമത്തെ മാസ്റ്റേഴ്സ് ടൈറ്റിലാണ് 2021 പാരീസ് മാസ്റ്റേഴ്സ് ടെന്നീസ് ടൂർണമെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അത് വിജയിച്ചിരിക്കുന്ന വ്യക്തിയുടെ പേരെന്താണ്? നൊവാക് ജോക്കോവിച്ച്. അടുത്തത് ഇന്ത്യയുടെ 72ാമത്തെ ഗ്രാൻഡ് മാസ്റ്ററായിട്ട് മാറിയിരിക്കുന്ന വ്യക്തിയുടെ പേരാണ് മിത്രബ ഗുഹ എന്ന് പറയുന്നത്. ഓക്കെ, മിത്രബ ഗുഹയാണ് ഇന്ത്യയുടെ 72ാമത്തെ ഗ്രാൻഡ് മാസ്റ്ററായിട്ട് മാറിയിരിക്കുന്നത്. വെസ്റ്റ് ബംഗാളിലെ കൊൽക്കത്തയിൽ നിന്നുള്ള വ്യക്തിയാണ്. ഓക്കെ, ഇനി സെർബിയയിൽ റീസെൻ്റ്ലി നടന്ന ഒരു മത്സരത്തിൽ വെച്ചിട്ടാണ് അദ്ദേഹം ഇന്ത്യയുടെ 72ാമത്തെ ഗ്രാൻഡ് മാസ്റ്റർ എന്നുള്ള ഒരു പദവിയിലേക്ക് എത്തിയത്. ഈ ഒരു മത്സരത്തിൽ വെച്ചിട്ടാണ്, സെർബിയയിൽ വെച്ച് നടന്ന ഈ ഒരു ടൂർണമെൻറ്റിൽ വെച്ചിട്ടാണ് അദ്ദേഹത്തിന് ഗ്രാൻഡ് മാസ്റ്റർ എന്നുള്ള ആ ഒരു പദവി അദ്ദേഹത്തിന് കൺഫർ ചെയ്യപ്പെട്ടത്. അപ്പോൾ ഇന്ത്യയുടെ 72ാമത്തെ ഗ്രാൻഡ് മാസ്റ്ററായിട്ട് മാറിയിരിക്കുന്ന വ്യക്തിയുടെ പേരാണ് മിത്രബ ഗുഹ എന്ന് പറയുന്നത്. കൊൽക്കത്തയിൽ നിന്നുള്ള വ്യക്തിയാണ്. അടുത്തത് 2021 വിയന്ന ഓപ്പൺ ടെന്നീസ് ടൂർണമെൻറ്റ് വിജയിച്ചിരിക്കുന്ന ആരാണ്? 2021 വിയന്ന ഓപ്പൺ ടെന്നീസ് ടൂർണമെൻറ്റ് വിജയിച്ചിരിക്കുന്ന വ്യക്തിയുടെ പേരാണ് അലക്സാണ്ടർ സെർവ് എന്ന് പറയുന്നത്. അദ്ദേഹം ജർമ്മനിയിൽ നിന്നുള്ള വ്യക്തിയാണ്. ഓക്കെ, 2021 വിയന്ന ഓപ്പൺ ടെന്നീസ് വിജയിച്ചിരിക്കുന്നത് അലക്സാണ്ടർ സെർവ് ആണ്. ഓക്കെ, ഈ ഒരു കറണ്ട് അഫെയർ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ക്ലാസ്സിൻ്റെ ഏറ്റവും അവസാനത്തെ ഒരു ടോപ്പിക്കാണ്. ഓക്കെ, അതിൽ പറയുന്നത് സൗത്ത് ആഫ്രിക്കയുടെ അവസാനത്തെ വൈറ്റ് പ്രസിഡൻ്റായിരുന്ന ഫ്രെഡറിക് വില്യം ഡേ ക്ലാർക്ക് അന്തരിച്ചു എന്നുള്ളതാണ്. ഓക്കെ, ഫ്രെഡറിക് വില്യം ഡേ ക്ലാർക്ക് ആരാണ്? സൗത്ത് ആഫ്രിക്കയുടെ ലാസ്റ്റ് വൈറ്റ് പ്രസിഡൻ്റാണ്. അപ്പോൾ അദ്ദേഹം വളരെ ഫേമസ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. അതായത് സൗത്ത് ആഫ്രിക്കയിൽ അന്ന് നിലനിന്നിരുന്ന അപ്പാർത്തൈഡ് എന്ന് പറയുന്ന ഒരു വർണ്ണ വ്യവസ്ഥയ്ക്കെതിരെ ശക്തമായി പോരാടിയിരുന്ന ഒരു പ്രസിഡൻ്റാണ് ഫ്രെഡറിക് വില്യം ഡേ ക്ലാർക്ക് എന്ന് പറയുന്നത്. അദ്ദേഹം അന്തരിച്ചു എന്നുള്ളതാണ് വാർത്ത. അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ 1993 നോബൽ പീസ് പ്രൈസ് നെൽസൺ മണ്ടേലയ്ക്ക് ഒപ്പം ഷെയർ ചെയ്ത വ്യക്തിയാണ് ഫ്രെഡറിക് വില്യം ഡേ ക്ലാർക്ക് എന്ന് പറയുന്ന ഒരു പ്രസിഡന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം റീസെൻ്റ്ലി അന്തരിച്ചു എന്നുള്ളതാണ് വാർത്ത എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ആഴ്ചത്തെ കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ്സിൽ നമുക്ക് സംസാരിക്കാൻ വേണ്ടിയുള്ളത്. അപ്പോൾ ഇവിടെ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുക. ആൻഡ് ഇവിടെ പറഞ്ഞ നമ്മളിപ്പോൾ ചർച്ച ചെയ്ത കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയണമെങ്കിലോ അല്ലെങ്കിൽ അതിനെപ്പറ്റി എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങളതിന് കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് അടുത്ത ആഴ്ചത്തെ ഒരു കറണ്ട് അഫയേഴ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി.